ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റമദാൻ ഡേ 4 ആയിട്ടാട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ. അപ്പം നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ടുള്ളത് കപ്പ ബിരിയാണിയാണ് കേട്ടോ. കപ്പ ബിരിയാണിയും കുഞ്ഞിപ്പത്തിരിയാണ്. അപ്പം നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബീഫും തക്കാളിയും ഉള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണേ. അത് നമ്മൾ കപ്പ ബിരിയാണിയിലേക്ക് ആയോണ്ടാട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് കപ്പയിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളെ കപ്പ ബിരിയാണിക്കുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ കപ്പയിലേക്ക് ഈ ബീഫ് ഇട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഇത് നന്നായി ഉടച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കപ്പ ബിരിയാണിക്ക് വറവിടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങയും ചെറുജീരകവും ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ വറവ് ഇട്ടത് കപ്പ ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അജ്മി പാലപ്പം പൊടി കൊണ്ടാട്ടോ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാവ് അരച്ച് വെക്കണം. അപ്പം നമ്മൾ മാവ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടിച്ച മാവ് 1 മണിക്കൂർ മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പൊ നമ്മളെ വെള്ളപ്പത്തിനുള്ള മാവ് എന്തായിരിക്കണമെന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതാ പൊന്തി മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്കിയത് പകുതിക്ക് ആക്കിയിട്ടുള്ളൂ. ഇപ്പം നല്ല പൊന്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അജ്മി പാലപ്പപ്പൊടി നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആര് വെള്ളപ്പത്തിൻ്റെ പൊടി വാങ്ങണേ അജ്മി പാലപ്പപ്പൊടി വാങ്ങുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചെറുകടിയായിട്ട് ഉണ്ടാക്കുന്നത് എഗ് സമൂസയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് പുഴുങ്ങിയെടുക്കാം. അപ്പം ഇനി നമുക്ക് എഗ് സമൂസയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങിയിട്ട് പൊടിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ബീഫ് പൊടിച്ച് വെച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സമൂസൻ്റെ ഷീറ്റിൽ മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സമൂസ ഷീറ്റ് എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
പഞ്ചസാരയും തണുത്ത വെള്ളവും ഒഴിച്ച് ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പും ഇടണം കേട്ടോ. ഉപ്പിടണത് മധുരം ബാലൻസ് ചെയ്യാനാട്ടോ. അപ്പൊ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കാനുള്ളത് പാൽ ചായയും വെള്ളപ്പവും കപ്പ ബിരിയാണിയും മീൻ കറിയും ബീഫ് കറിയും കായപ്പും പക്കുവടയും മാംഗോ ജ്യൂസും പിന്നെ സമൂസയും എഗ് സമൂസയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഷേക്കും ഉണ്ട് കേട്ടോ. വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ